ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് സന്തോഷം. എല്ലാവരും ഈ പറഞ്ഞ പോലെ കാണുന്നു, വീഡിയോസ് കാണുന്നു, ലൈക്ക് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്നു, കമൻറ്റ് ചെയ്യുന്നു. കമൻറ്റൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. കഴിഞ്ഞ തവണ ഈ പറഞ്ഞ പോലെ ക്ഷമിക്കണം എല്ലാവരും. ഐ എം റിയലി സോറി. ഞാൻ സീരിയസ്ലി ഞാനത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ടൈം സ്റ്റാമ്പൊക്കെ. പക്ഷേ ഈ പറഞ്ഞ പോലെ വീഡിയോ കുറച്ച് ലെങ്തി അല്ലായിരുന്നു. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യുന്ന ടൈം എടുക്കുന്നുണ്ട്. അപ്ലോഡ് ആവട്ടെ, അതിന് ശേഷം ടൈം സ്റ്റാമ്പ് ഇടാമെന്ന് വെച്ചിട്ടിരുന്നതാണ്. ഞാൻ വിട്ടുപോയത്. ഐ എം റിയലി സോറി. എനിക്കറിയാം നിങ്ങളിപ്പം ഈ പറഞ്ഞ പോലെ ഒരുപാട് ഈ പറഞ്ഞ പോലെ പൈൽ സെലക്ഷൻ ആകുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അവരുടെ പൈൽ കാണാനായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ്. അപ്പം ഒരുപാട് പേരെ ഞാനന്ന് വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എസ്പെഷ്യലി ഒരാൾ, അയ്യോ ഞാൻ പേര് വിട്ടുപോയി. താങ്ക് യു സോ മച്ച്. ഈ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്ത ഒരുപാട് സന്തോഷം. ഞാൻ ശ്രദ്ധിച്ചോളാം. ഓക്കെ, എനിവേ നമുക്ക് സബ്ജക്റ്റിലോട്ട് കിടക്കാം. ഇന്നത്തെ റീഡിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിൽ നെക്സ്റ്റ് 3 മന്ത്സിനകത്ത് വരുന്ന ബിഗ് സർപ്രൈസസ് എന്താണ്? സ്പിരിറ്റ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന 3 സർപ്രൈസസ്. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ സർപ്രൈസ്ഡ് ആവണമല്ലോ ഡെഫിനറ്റ്ലി. നമുക്ക് നോക്കാം എന്ത് സർപ്രൈസസ് ഒക്കെയാണ് വരുന്നത്, സ്പിരിറ്റ് നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഓൾ റൈറ്റ്, പൈൽ 1, പൈൽ 2 ആൻഡ് പൈൽ 3. ക്രിസ്റ്റൽസ് വൈസ് ആണെങ്കിൽ ഇത് വന്നിട്ട് ലാപ്പിസ് ലസൂലി, ഇത് വന്ന് റോസ് ക്വാർട്സ്, ആൻഡ് ഇത് വന്നിട്ട് ബ്ലാക്ക് ഒബ്സീഡിയൻ. ഇതിലേതാ നിങ്ങൾക്ക് കണക്ഷൻ തോന്നുന്നത് അത് എടുക്കാം. ഫുൾ ലെങ്ത് ഈ വീഡിയോ മുഴുവൻ കാണും തോന്നുമെങ്കിൽ കാണുക. ഞാനത് സജസ്റ്റ് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ അത് മുഴുവൻ കാണുക. വേറെ ഒന്നുമില്ല, ചിലപ്പോൾ ഈ പൈലിൽ കിട്ടാത്ത ഒരു പൈൽ നമ്മൾ സെലക്ട് ചെയ്യും. അഥവാ അതിനകത്ത് നിങ്ങൾക്ക് കണക്ഷനുള്ള മെസ്സേജസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ വേറെ പൈലും കൂടെ ട്രൈ ചെയ്ത് നോക്കുക. എനിക്കറിയില്ല നിങ്ങൾക്ക് ഏതാ വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റ്യൂഷൻ എപ്പോഴും നമ്മുടെ ഇൻറ്റ്യൂഷൻ ഓൺ പോയിൻ്റ് ആവണമെന്നില്ല. അപ്പം നമുക്ക് ചില സിറ്റുവേഷനിൽ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. ലൈക്ക് ഞാൻ ട്രൈ ചെയ്യുന്നത്, ഞാനിങ്ങനെ ഒരുപാട് ടാരോ റീഡിങ്സ് കാണുന്ന ഒരാൾ തന്നെയാണ് 100%. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ ഞാൻ പറയുന്ന സ്പിരിറ്റ്, എനിക്ക് ഈ പറഞ്ഞ പോലെ ചില സമയത്ത് ട്രസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പറയുന്ന സ്പിരിറ്റ്, ഞാനിപ്പം എൻ്റെ ബാറ്ററിയുടെ നമ്പർ എത്രയാണോ അതിനെ ടോട്ടൽ ചെയ്തിട്ട് അതിന് സിംഗിൾ ഡിജിറ്റ് ഏത് വരുമോ അത് ഞാൻ പൈലായിട്ട് സെലക്ട് ചെയ്യും. അതിനകത്ത് എൻ്റെ മെസ്സേജ് ഉണ്ടാവുമെന്ന് പറയും. അത് നിങ്ങൾക്ക് ഡിപ്പെൻഡ്സ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരുടേതായ രീതിയിലുള്ള സ്പിരിറ്റുമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ യൂണിവേഴ്സുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവും. അത് വെച്ചിട്ട് അത് വെച്ച് ചെയ്യാം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ പൈൽസും കാണാം. ഇല്ല പർട്ടിക്കുലർ പൈലാണെങ്കിൽ നമുക്ക് പർട്ടിക്കുലർ പൈലിൽ റീഡിങ്ങിലേക്ക് പോകാം. ഹായ് പൈൽ 1, വെൽക്കം ടു യുവർ റീഡിങ്. നമ്മൾ നിങ്ങൾ ഇൻട്രോ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇൻട്രോ കണ്ടില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറെ ഒന്നുമല്ല നമ്മൾ നോക്കുന്നത്. നമ്മുടെ നെക്സ്റ്റ് 3 മന്ത്സിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന 3 ബിഗ് സർപ്രൈസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്പിരിറ്റിൻ്റെ അടുത്തുനിന്ന് നിങ്ങൾ ചൂസ് ചെയ്ത ക്രിസ്റ്റൽ യുവർ ലാപ്പിസ് ലസൂലി, ഞാനത് അവിടെ വെച്ചേക്കാം. ഞാൻ ഓൾറെഡി ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഷഫിൾ ചെയ്യുന്നതിന് ഒത്തിരി സമയം എടുക്കും. ലാസ്റ്റ് ഒരു 1 കാർഡ് നമുക്ക് ഫൈനൽ മെസ്സേജ് ആയിട്ട് ഷഫിൾ ചെയ്തെടുക്കാം. ഫസ്റ്റ് സർപ്രൈസ്, റിലേഷൻഷിപ്പ്. നിങ്ങൾ എന്തെങ്കിലും ലവ് റിലേഷൻഷിപ്പിനെ കുറിച്ച് ഈ പറഞ്ഞ പോലെ ആലോചിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി റിലേഷൻഷിപ്പ് വൈസ് നിങ്ങൾക്ക് നെക്സ്റ്റ് 3 മന്ത്സിനകത്ത് ഒരു ഹ്യൂജ് സർപ്രൈസ്. നിങ്ങൾ ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു റിലേഷൻഷിപ്പ് മീൻസ് നമ്മൾ ഈ പറയില്ലേ നമ്മൾ ഫ്രണ്ട്സ് ആയിരിക്കും, സംസാരിക്കുന്നുണ്ടാവും, നമുക്ക് ഉള്ളിലൊരു ഈ പറഞ്ഞ പോലെ ഒരു ആഗ്രഹം ഉണ്ടാവും ആ പർട്ടിക്കുലർ പേഴ്സൺ കമ്മിറ്റഡ് ആയിരുന്നെങ്കിൽ കൊള്ളാമെന്ന്. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് ഒരു കൺഫർമേഷൻ. അത് റിലേഷൻഷിപ്പ് ആണോ അല്ലേ എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ. അത് മാത്രമല്ല 2 കപ്സിൻ്റെ കാർഡ് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഓപ്ഷൻസ്. 3 സർപ്രൈസസ് ആണ്. സോ ജോബ് ഓപ്പർച്യൂണിറ്റിയും ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. എനിക്കറിയാം ഇതിനകത്ത് ഉള്ള കാർഡ്സിനകത്ത് ആ എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ എനിക്ക് 2 ഓഫർ ലെറ്റർ വിത്തിൻ 3 മന്ത്സിനകത്ത് നിങ്ങൾക്ക് 2 ഓഫർ ലെറ്റർ വരുന്നതായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഈ ഒരു കാർഡിൽ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ 3 കാർഡ്സ് എടുത്തിട്ടുണ്ട് 3 സർപ്രൈസിന് വേണ്ടി. ബട്ട് എന്നിരുന്നാലും വരുന്ന എനർജീസ് ഞാൻ പറയുകയാണേ, എനിക്കറിയില്ല. സ്പിരിറ്റ് താങ്ക് യു. നെക്സ്റ്റ് ഈസ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ ഫൈനാൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തെടുത്തുന്നൊരു സർപ്രൈസ്, ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സർപ്രൈസ്. നിങ്ങൾ എന്താ പറയുക, എന്തെങ്കിലും എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നല്ലൊരു റിട്ടേൺ വരിക. അത് മാത്രമല്ല
ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമ്മൾ പറയില്ലേ ഇൻഹെറിറ്റൻസ് എന്നൊക്കെ പറയും. എനിക്കറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ ഇൻഹെറിറ്റൻസിൻ്റെ ടൈം ആയിട്ടുണ്ടോ? നമ്മുടെ അച്ഛനമ്മമാർ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇൻഹെറിറ്റൻസ് എഴുതി തരുന്നത്. ഓക്കെ, നെക്സ്റ്റ് 3 മന്ത്സിനകത്ത് നമുക്ക് അതൊരു ബിഗ് സർപ്രൈസ് ആയിട്ട് ചില ആൾക്കാർക്ക് അത് അത്യാവശ്യമാണ്. ഓക്കെ, ആ ഒരു മെസ്സേജ് വളരെ റിലവൻ്റ് ആണെന്ന് എനിക്കറിയാം. അത് വരുന്നു. ചിലർക്ക് ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് 3 മന്ത്സിനകത്ത് നിങ്ങൾ ഒരു പെറ്റിനെ വാങ്ങുന്ന ഒരു എനർജി എനിക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി ഡോഗ് തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് 3 മന്ത്സിനകത്ത് ഒരു നമുക്കൊരു ഡോഗിനെ പ്രതീക്ഷിക്കാം ചിലർക്ക് വേണ്ടിയിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് 3 മന്ത്സിൽ ചിലർക്ക് ഡെഫിനറ്റ്ലി ഗുരു എനിക്കറിയില്ല കേട്ടോ. സീരിയസ്ലി ബിഗ് 3 സർപ്രൈസസ് ആണ് വിചാരിച്ചത്. പക്ഷേ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന സ്പിരിറ്റ് എന്നെ ഇങ്ങനെ ഫ്ലോ ചെയ്താൽ ഞാൻ തന്നെ കൺഫ്യൂസ്ഡ് ആയിപ്പോവും. ഓക്കെ, സീരിയസ്ലി എനിക്ക് ഇത്രയും എനർജീസ് കിട്ടി ഞാൻ അത്രയും പറയും ഒന്നും തോന്നല്ലേ. ഓൾറൈറ്റ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ചിലർക്ക് ട്രാവൽ. ഓക്കെ, ട്രാവൽ റിലേറ്റഡ് എന്താ പറയുക സർപ്രൈസോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ട്രാവലിൽ പോകുമ്പോൾ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളിനെ കാണുകയോ അല്ലെങ്കിൽ വളരെ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു അമ്പലത്തിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്, അവിടെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഏതെങ്കിലും ട്രാവൽ പോകുന്നു, നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് നമുക്ക് ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഫീൽ ഉണ്ടാവും. ലൈക്ക് നമ്മുടെ മനസ്സിൽ പ്രത്യേക ഒരു ഉണർവുണ്ടാവും. അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള വൈബ്, അതായത് നമുക്ക് ഫൈനാൻസ് പരമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് ഫൈനാൻസിലുണ്ടാകുന്ന ഒരു പോസിറ്റീവ് ചേഞ്ച്, ഒരു എന്താണ് നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നല്ലൊരു ട്രാവൽ എക്സ്പീരിയൻസ്. ഓക്കെ, ചിലർക്ക് ഞാൻ ആ ഒരു ട്രാവൽ എക്സ്പീരിയൻസും ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് ബിഗ് സർപ്രൈസിനകത്ത് കാണുന്നുണ്ട്. ബി കൈൻഡ് ടു യുവർ സെൽഫ്. ഓക്കെ, ഗൈഡൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്ന അടുത്ത കാർഡ്സ് സർപ്രൈസിന് വേണ്ടിയിട്ട്. അപ്പം ചില സിറ്റുവേഷൻസ് വരും, ലൈക്ക് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് നമ്മുടെ തന്നെ ദേഷ്യം തോന്നുന്ന സിറ്റുവേഷൻസ് വരാം, ഓഫ് കോഴ്സ്. കാരണം പല ഡിസിഷൻസ് നമ്മുടെ ലൈഫിൽ ചില സഫറിങ്സിൻ്റെയൊക്കെ റീസൺ നമ്മളൊന്ന് ഇരുന്ന് അനലൈസ് ചെയ്ത് നമുക്കറിയാം നമ്മൾ തന്നെയാണ് നമ്മുടെ സഫറിങ്സിൻ്റെ റീസണായിട്ട് വരിക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത് തന്നെ ഒരു ദേഷ്യം, ഇഷ്ടക്കേടും, അതുപോലെ തന്നെ നമ്മളെന്തൊക്കെയോ വലിയ തെറ്റ് ചെയ്ത ഒരു ഫീലൊക്കെ വരും. പക്ഷെ ഒരിക്കലും അങ്ങനെ വേണ്ട, അങ്ങനെയൊന്നും പാടില്ല എന്നാണ് സ്പിരിറ്റ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ എനിക്ക് ഫൊർഗീവ്നെസ്സിൻ്റെ കാർഡുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കെന്തോ ഫൊർഗീവ്നെസ്സിൻ്റെ എനർജി എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് നമുക്ക് നമ്മുടെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ പല കാര്യങ്ങളും പല സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ പഴിക്കുന്നത് മറ്റുള്ളവരെയാണ്. ഓക്കെ, പക്ഷേ ഇത് ഈ പയലിൽ ചൂസ് ചെയ്ത പല ആൾക്കാർക്കും ലൈക്ക് മറ്റുള്ളവർ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതിനൊക്കെ കൊണ്ടുവന്ന് തല വെച്ച് കൊടുത്തത് അല്ലെങ്കിൽ ഇതിന് വേണ്ടുന്നതിനുള്ള വളം വെച്ച് കൊടുത്തതൊക്കെ നമ്മൾ തന്നെ അല്ലേ എന്നുള്ളൊരു മനസ്സിലൊരു ചോദ്യം ഈ പയൽ ചൂസ് ചെയ്ത് ചിലർക്കെങ്കിലും ഉണ്ടാവും. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത് തന്നെ എവിടെ ചെന്നാലും ഈ പറഞ്ഞ പോലെ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണ് അവസ്ഥ എന്ന് പറയുന്ന കണക്ക് ഞാൻ എവിടെ ചെന്ന് തന്നാലും ഇതൊക്കെ തന്നെയാണല്ലോ സ്പിരിറ്റായി വരുന്നത്. എനിക്ക് ഈ പറഞ്ഞ പോലെ എന്നെ പറഞ്ഞാൽ മതി, എൻ്റെയാണ് എല്ലാ മിസ്റ്റേക്കും, ഞാനാണ് എല്ലാം സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾ എന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മളെ ഒരുപാട് പഴിക്കും. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എല്ലാവർക്കും മിസ്റ്റേക്സ് വരാം. ഓക്കെ, നമ്മളെല്ലാവരും മനുഷ്യരാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മിസ്റ്റേക്സ് വരും. അപ്പോൾ ആ മിസ്റ്റേക്സ് മനസ്സിലാക്കി അതിനകത്തും എല്ലാ മിസ്റ്റേക്സിലും ഒരു ലേണിംഗ് ഉണ്ടാകും. ആ ലേണിംഗ് എടുക്കുക. ഓക്കെ, അടുത്ത് നമുക്കത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം, അല്ലേ? അത്രയും നമ്മളെ കൊണ്ട് പറ്റും. അപ്പം ആ ലേണിംഗ് എടുക്കുക. അതിന് ഒരു സ്പിരിറ്റിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ് ആയിട്ട് കാണുക. ഓക്കെ, മുന്നോട്ട് പോവുക. കാരണം ഈ പറഞ്ഞ പോലെ പലപ്പോഴും പല സ്റ്റക്ക് സിറ്റുവേഷൻ, ചില ഡോർ ഓപ്പൺ ക്ലോസ് ആവുന്നതൊക്കെ ചില നമുക്ക് നല്ല ഒരു എന്താ പറയുക ഒരു നല്ല വഴിക്ക് അല്ലെങ്കിൽ നല്ലൊരു സിറ്റുവേഷന് വേണ്ടിയിട്ട് സ്പിരിറ്റ് തരുന്നതാണ്. അപ്പം അതെപ്പോഴും മനസ്സിൽ വെച്ചേക്കാം. ഫൈൻഡ് എ വേ ടു ഫോർഗീവ്. സീരിയസ്ലി ഗൈസ്, എനിക്കറിയില്ല നിങ്ങൾ എത്ര പേര് ട്രസ്റ്റ് ചെയ്യുമെന്ന്. ഞാൻ ഇതിലൊറ്റ കാർഡ് പോലും കണ്ടിട്ടില്ല. ഒരൊറ്റ കാർഡ് പോലും കണ്ടിട്ടില്ല. ജസ്റ്റ് റാൻഡംലി ഷഫിൾ ചെയ്ത് വെച്ചതാണ് അന്നത്തെ പോലെ. ഞാൻ ഇതിൽ ഫൈൻഡ് എ വേ ടു ഫോർഗീവ്, ഞാൻ ഒട്ടും ഫോർഗീവ്നെസ്സിൻ്റെ കാർഡില്ല, എന്തോ എനിക്കറിയില്ല എന്ന് പറഞ്ഞ്
പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഫൊർഗീവ്നെസ്സിൻ്റെ കാർഡ്. കാരണം നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മുടെ ബ്ലെസ്സിങ്സ് നമുക്ക് കറക്റ്റ് ഫ്ലോ ചെയ്ത് നമ്മുടെ ലൈഫിൽ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഫൊർഗീവ്നെസ് എനർജിയിൽ നിൽക്കണം എന്നാണ് പറയുന്നത്. ഫൊർഗീവ്നെസ് എനർജിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫൊർഗീവ് ചെയ്യുന്നത് ആ ഒരു സിറ്റുവേഷനാണ്. ഇപ്പം നമ്മളെ ആരെങ്കിലും വിഷമിപ്പിച്ചൊരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ ആ ഒരു പാർട്ടിയുടെ അടുത്ത് ഫൊർഗീവ് ചെയ്യുക, നമ്മളെ അടുത്ത് ഫൊർഗീവ് ചെയ്യുക. യെസ്, നമ്മൾ ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാവരുടെ ഭാഗത്തും തെറ്റുകൾ വരാം. അപ്പം നമ്മുടെ ഭാഗത്തും തെറ്റ് വന്നു, അതുകൊണ്ട് നമ്മളോട് ആദ്യം ക്ഷമിക്കുന്നു. ആ പർട്ടിക്കുലർ പേഴ്സൺ ആരാണ് നമ്മൾ ഹർട്ട് ചെയ്ത് അവരോട് ക്ഷമിക്കുന്നു. ഓക്കെ, ആ സിറ്റുവേഷനിൽ എന്താണ് നമുക്ക് കിട്ടിയ ഒരു ലേണിംഗ് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, ഉൾക്കൊള്ളുന്നു. ഓക്കെ, മുന്നോട്ട് പോകുന്നു. ഓക്കെ, പിന്നെ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് അങ്ങനെ നമ്മൾ ഫൊർഗീവ് ചെയ്യുമ്പോൾ നമ്മുടെ എനർജി നമ്മളിപ്പം ആരുടെങ്കിലും ഒരു ദേഷ്യം ഉണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും നിങ്ങളുടെ എനർജി എന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ആരുടെങ്കിലും ഭയങ്കര ദേഷ്യമുണ്ട്, ഇഷ്ടക്കേടുണ്ടെങ്കിൽ അത് നമ്മളെ എനർജിയെ ഭയങ്കരമായിട്ട് ബാധിക്കും. അത് മാത്രമല്ല നമ്മുടെ എക്സ്പീരിയൻസിനെ ബാധിക്കും. ശ്രദ്ധിച്ചറിയാം, നമുക്കിപ്പോൾ ദേഷ്യത്തിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ചുറ്റിനുള്ളതും നമുക്കെല്ലാം മൊത്തത്തിൽ ഇറിറ്റേഷൻ ആയിരിക്കും. മനസ്സിലായില്ലേ? അതേസമയം നമ്മളൊരു യെസ് ഇങ്ങനെ നടന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ പറയട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ എൻ്റെ അടുത്ത് പ്രവർത്തിക്കട്ടെ. കാരണം നമ്മൾ ഈ ഫർഗീവ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ആ ഒരു റിസൻമെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഗ്രഡ്ജസ് ഒന്നും വെക്കാണ്ട് നമ്മൾ മൂവ് ഓൺ ചെയ്യാണ്, നമ്മൾ ഫ്ലോ ചെയ്യാണ്. അപ്പം നമ്മുടെ ബ്ലെസ്സിങ്സ് എന്താ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലെസ്സിങ്സ് ഫ്രീ ആയിട്ട് നമ്മുടെ ലൈഫിൽ എൻ്റർ ചെയ്യും. നമ്മൾ പോലും വിചാരിക്കും, ഓ ഈശ്വര, ഈ പറഞ്ഞ പോലെ ഫൊർഗീവ്നെസ് ഭയങ്കര ഹ്യൂജ് എനർജിയാണ്. ഫൊർഗീവ്നെസ്സിൻ്റെ എനർജി ഞാൻ സീരിയസ്ലി പറയാണ്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. എനിക്ക് ഭയങ്കര പാടാണ്. പ്രത്യേകിച്ച് ആര് ക്ഷമിച്ചാലും എനിക്ക് എൻ്റെ അടുത്ത് ക്ഷമിക്കാനാണ് പാട്. കാരണം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനാണ് ഒരു പ്രശ്നം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഞാൻ കാരണമാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ എനിക്കെപ്പോഴും എൻ്റെ അടുത്താണ് ആദ്യം ദേഷ്യം. ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു മറുപടി പറയാതിരുന്നെങ്കിൽ, ഞാൻ ആ സിറ്റുവേഷനിൽ വരാതിരുന്നെങ്കിൽ, ഞാനാണ് ആ സിറ്റുവേഷനിൽ പോയി അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആയത്. അതിൽ വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന ഒരുപാട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. അപ്പം അതിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു പാഠം എന്ന് പറഞ്ഞാൽ, ശരിയാണ്, പല സിറ്റുവേഷൻ നമ്മൾ ചെന്ന് പെടുമ്പോൾ പല ലേണിങ്സ് ഉണ്ടാകും, പല ലെസൺസ് നമ്മൾ ലേൺ ചെയ്യും, പലരെയും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും, പല ആൾക്കാരുടെ ട്രൂ ഇൻറ്റൻഷൻ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ഡെഫിനറ്റ്ലി അത് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വെച്ചിരിക്കുക. ഓക്കെ, കൂടി പോകുന്നുണ്ട് എനിക്കറിയാം, പൈൽ 1 ആയതുകൊണ്ട് ഡെപ്തിൽ പോകുന്നതല്ല. സ്റ്റാർട്ട് ഫ്രഷ്, ഡെഫിനറ്റ്ലി ഒരു ഫ്രഷ് സ്റ്റാർട്ട്, ന്യൂ ബിഗിനിങ്. കാരണം എനിക്കിവിടെ നിങ്ങൾ നെക്സ്റ്റ് 3 മന്ത്സിനകത്ത് എവിടെയെങ്കിലും ഒരു ട്രാവൽ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ആ ട്രാവൽ കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ. കാരണം ഇവിടെ ഹാർട്ട് ചക്ര വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ ഹാർട്ട് ചക്ര. കാരണം ഫൊർഗീവ്നെസ്സിൻ്റെ ഇമ്പോർട്ടൻസ് മെയിൻലി ഞാൻ ഹാർട്ട് ചക്രയായിട്ടേ പറയുള്ളൂ. കാരണം ഹാർട്ട് ചക്രയ്ക്ക് നമ്മുടെ ഫൊർഗീവ്നെസ്സുമായിട്ട് ഭയങ്കര കണക്ഷനുണ്ട്. നമ്മൾ എത്രത്തോളം നമ്മൾ ഫൊർഗീവ് ചെയ്യും അത്രയും നമ്മുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആയിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആകുമ്പോൾ പ്രത്യേകത നമ്മുടെ എനർജി ഫ്ലോ വളരെ പ്രോപ്പറായിരിക്കും. എനിക്കറിയില്ല, ഇതൊക്കെ ഫോക്കസ് ആവുന്നില്ലേ? ഐ ആം സോറി ഗൈസ്, എനിക്കറിയില്ല ഇതൊക്കെ എന്താ നടക്കണതെന്ന്. ഓക്കെ, ഫൊർഗീവ്നെസ് എനർജി ഭയങ്കര ഈ പറഞ്ഞ പോലെ പോസിറ്റീവായിരിക്കും. നമ്മുടെ ആ ഒരു ഹാർട്ട് ചക്ര, നമ്മുടെ മൊത്തം 7 ചക്രാസിനകത്ത് നമ്മുടെ ഹാർട്ട് ചക്രയാണ് ഇതിനെല്ലാം എനർജി ഫ്ലോ കറക്റ്റാക്കുന്നത്. അപ്പം ആ ഹാർട്ട് ചക്ര ബ്ലോക്കേജസ് ഒന്നും ഇല്ലാതിരുന്നാൽ നമ്മുടെ എക്സ്പീരിയൻസും അതുപോലെ ഒരു ബ്ലോക്കേജസും ഇല്ലാതെ ഫ്രീലി ഫ്ലോ ചെയ്യും. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ, എനിക്കറിയാം നമുക്ക് കിട്ടിയ ലാപ്പിസ് ലസൂലിയാണ്, പക്ഷേ എനിക്കിവിടെ നിങ്ങൾ ആരെങ്കിലും റോസ് ക്വാർട്സുമായിട്ട് കണക്ട് ചെയ്യണമെന്നോ റോസ് ക്വാർട്സിൻ്റെ ക്രിസ്റ്റൽസ് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു കൺഫർമേഷനാണ്. നിങ്ങൾക്ക് വാങ്ങാം, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഡെഫിനറ്റ്ലി ഗൈസ് മാജിക് മാനിഫെസ്റ്റിംഗ് ആണ്, ഒന്നും പറയാനില്ല. മാജിക് എന്തായാലും മാനിഫെസ്റ്റ് ആവും. യുവർ ഡ്രീംസ്, വിഷൻസ് ആൻഡ് ഗോൾസ് ആർ ബിക്കമിങ് റിയാലിറ്റി. സ്റ്റേ ഫോക്കസ്ഡ്. ഓക്കെ, എനിക്കറിയില്ല നിങ്ങൾക്ക് ഈ ഗോഡ്സിനെ കാണുമ്പോൾ എന്തെങ്കിലും ഫീൽ ചെയ്തത് ഐസിസ് ആണ്. എത്രത്തോളം ആളുകൾക്ക് ഇതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റും എന്ന് എനിക്കറിയില്ല. പക്ഷേ ചിലർക്ക് ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ ചിലത് കേൾക്കുമ്പോഴാണ് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവുക. ഡെഫിനറ്റ്ലി സോ ഇതിൽ മാജിക് മാനിഫെസ്റ്റിംഗ് ആണ്. നെക്സ്റ്റ് 3 മന്ത്സിനകത്ത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മിറക്കിളായിട്ട് ഫീൽ ചെയ്യുന്ന ഒരുപാട് എക്സ്പീരിയൻസ് വരും. ഓക്കെ, ആ ഒരു എക്സ്പീരിയൻസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിവുണ്ട്. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ നമ്മുടെ റിയാലിറ്റിയിൽ വരും. നമുക്കത് ബ്ലെസ്സിങ് ആയിട്ട് തന്നെ വരും. നമ്മുടെ റിയാലിറ്റി ഈ പറഞ്ഞ പോലെ നമ്മളെവിടെ എനർജി കൊടുക്കുന്നു അതനുസരിച്ചാണ് നമ്മുടെ ലൈഫിൽ ആ ഒരു പോസിറ്റീവ് വൈബ്സും കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ നമുക്ക് തന്നെ കിട്ടും. ഓക്കെ, ഓൾറൈറ്റ്.
Next is Joan of Arc. Truth. Stand strong, focus on your purpose, release the fear of prosecution, and speak your truth. അപ്പം ഡെഫിനറ്റ്ലി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ചില സമയത്ത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് തന്നെ തോന്നും. ചില കാര്യങ്ങൾ നമ്മൾ പറയണം, ആ ഒരു സിറ്റുവേഷൻ പറയേണ്ട സിറ്റുവേഷനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പറയുമ്പോൾ മാത്രമാണ് നമുക്ക് പല കാര്യത്തിൻ്റെ ക്ലാരിറ്റി കിട്ടുക. നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചത് എന്താണെന്നും അടുത്ത ആൾ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടുക. ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ആയിട്ട് എടുത്താൽ മതി. ലൈക്ക് നെക്സ്റ്റ് 3 months ഈ പറഞ്ഞ പോലെ ബ്ലെസ്സിങ്സ് വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ 3 സർപ്രൈസസ് വരുമ്പോൾ, ചിലർ നമ്മൾ പറയില്ലേ, ചിലർക്ക് നമ്മൾ ചിലത് പറഞ്ഞാലേ മനസ്സിലാവും. അപ്പം പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ പറയുക. ഓക്കെ, ഓപ്പൺ അപ്പ് ആവുക ആ സിറ്റുവേഷനിൽ. ഓക്കെ, ബൈ ദ ബുക്ക്. ഡെഫിനറ്റ്ലി നിങ്ങൾ ചില ആൾക്കാർ ഡെഫിനറ്റ്ലി ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു ബുക്ക്, ബൈ ദ ബുക്ക് എന്ന് പറയുന്നതിൽ എനിക്ക് കിട്ടുന്ന വേറൊരു എനർജി. ബുക്ക് നിങ്ങൾക്ക് ഒട്ടും നമ്മൾ പറയില്ലേ, നമ്മുടെ ലൈഫിൽ ചില സൊല്യൂഷൻസ് നമുക്ക് ചില ബുക്സ് റീഡ് ചെയ്യുമ്പോൾ കിട്ടും. ഓക്കെ, നമ്മുടെ ലൈഫിലെ സൊല്യൂഷൻസ്. അപ്പം അങ്ങനെ നിങ്ങളുടെ കേസിലും എനിക്കങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സൊല്യൂഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബുക്ക്, നിങ്ങളുടെ കമ്മ്യൂണിറ്റി. ഓക്കെ, പിന്നെ ചിലർക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഡിസിഷൻ എടുക്കുകയാണ്, ലൈക്ക് മുന്നോട്ട് ഇനി എന്താ ചെയ്യേണ്ടതിനെ കുറിച്ചൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും. ആ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫ്ലോ ഡെഫിനറ്റ്ലി ഈ നെക്സ്റ്റ് 3 months ഒരു ട്രാവൽ ഞാൻ 100% കാണുന്നുണ്ട്. കാരണം ഇവർ 3 പേരും ട്രാവൽ ചെയ്ത് പോവാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും റൂൾ അനുസരിച്ച് പോകണം അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ലൈഫിൽ നമ്മളെപ്പോഴും ചെയ്യേണ്ടത് ഗോ വിത്ത് ദ ഫ്ലോ എന്നുള്ളത് തന്നെ ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് ഈസ് ലൈക്ക് പോയിസ്ഡ്. ഡെഫിനറ്റ്ലി എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ലൈഫിൽ ചില സിറ്റുവേഷൻസ് വരുമ്പോൾ നമുക്ക് തന്നെ തോന്നും, ലൈക്ക് ഇതെന്തുകൊണ്ട് എൻ്റെ ലൈഫിൽ വന്നു, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ്റെ പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തിനാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ ദൈവം എന്നെ കൊണ്ടുവിട്ടതെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, എന്താണ് ഏതാണെന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടും. അത് മാത്രമല്ല, ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പോലെ ഒരുപാട് ചേഞ്ചസ് വരുന്ന ഒരു ഈ നെക്സ്റ്റ് 3 months നിങ്ങൾ ഈ ബിഗ് സർപ്രൈസസിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ച് ഉണ്ടാകുന്നു. ഓക്കെ, ലൈഫിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ചേഞ്ച് ആവുന്നു, നിങ്ങളുടെ വേ ഓഫ് തിങ്കിങ് ചേഞ്ച് ആവുന്നു. പല കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്നു. എന്താ പറയുക, പല സിറ്റുവേഷനെ ബ്ലെസ്സിങ്സ് നിങ്ങൾ എടുക്കുന്നു, മുന്നോട്ട് പോകാനായിട്ട് ട്രൈ ചെയ്യുന്നു. ഓക്കെ, വാവ്. നെക്സ്റ്റ് 3 months കുറേ ഉണ്ടല്ലോ ഇവിടെ. സീരിയസ്ലി കുറച്ചധികം ഉണ്ട് നെക്സ്റ്റ് 3 months. നമുക്ക് നോക്കാമേ. സ്പിരിറ്റ് 1 ഫൈനൽ കാർഡ്, ഒരൊറ്റ കാർഡ് തരൂ. ഫൈനലായിട്ട് എന്തെങ്കിലും നെക്സ്റ്റ് 3 months ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ ഡ്രീംസ്. ഗ്രേറ്റ്. നമുക്കെപ്പോഴും സംശയമുള്ളത് നമ്മുടെ ഡ്രീംസിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഒരു മെയിനായിട്ടുള്ള എനർജി നമ്മുടെ ഡ്രീംസിൽ വിശ്വസിക്കുക. ഓക്കെ, മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ ഡ്രീംസ്. കാരണം നമ്മൾ വിശ്വസിക്കുന്ന അനുസരിച്ചാണ് നമ്മുടെ ഡ്രീംസ് വരിക. കാരണം ഡ്രീംസ് മാനിഫെസ്റ്റിങ്ങിൻ്റെ കാര്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഡെഫിനറ്റ്ലി നിങ്ങളെ കുറേ മാനിഫെസ്റ്റേഷൻ നെക്സ്റ്റ് 3 months വരും, അതിൽ ഡൗട്ടൊന്നും വയ്ക്കണ്ട. ഞാൻ ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ സർപ്രൈസിനെ കുറിച്ച് ഒരു ചെറിയ ഐഡിയ കിട്ടിയെന്ന്. എനിവേ, താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ ജോയിനിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നമ്മൾ പറയില്ലേ, സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഞാനങ്ങനെ ഫോഴ്സ് ചെയ്യില്ല. കാരണം ഗോ വിത്ത് ദ ഫ്ലോ. നിങ്ങളുടെ മനസ്സിൽ എന്താ തോന്നുന്നു അത് ചെയ്യുക. ഇതൊക്കെ ഞാനിങ്ങനെ പറയും, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് ചെയ്യുക. Alright, thank you so much for connecting. Lots of love and light. Take care. Bye. Hi Pile 2, welcome to your reading. Thank you so much for connecting. ഒരുപാട് സന്തോഷം. നിങ്ങൾ ഒരുപാട് പേരും ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്നു. എല്ലാം കൊണ്ടും വളരെ ഹാപ്പിയാണ് ഞാൻ. നമ്മളൊരു 1000+ ഫാമിലി ആയിട്ടുണ്ട്. എനിവേ, നിങ്ങൾ ഇൻട്രോ കേട്ടിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇത് വേറെ ഒന്നുമില്ല. നമ്മുടെ നെക്സ്റ്റ് 3 months നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന 3 ബ്ലെസ്സിങ്സിനെ കുറിച്ചാണ്. എനിക്കറിയില്ല, കാരണം പൈൽ 1 എനിക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരുപാട് എനർജീസ് കിട്ടുന്നുണ്ട്. നമുക്ക് എന്താ കിട്ടുന്നതെന്ന് ഞാൻ എന്തായാലും പറയുവേ കേട്ടോ. ഓൾറൈറ്റ്, നമുക്ക് നോക്കാം. സ്പിരിറ്റ്, നമുക്ക് നെക്സ്റ്റ് 3 months നമ്മുടെ ബ്ലെസ്സിങ്സ് എന്താണെന്ന് പറയാമോ സ്പിരിറ്റ്? ജഡ്ജ്മെൻറ്റ്. സീരിയസ്ലി
കാരണം ജഡ്ജ്മെൻ്റ് കാർഡ് വരുമ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ആ ഒരു ബ്രേക്ക് ഫ്രീ എനർജിയിലേക്ക് പോകുന്നു. ഓക്കെ, നമ്മളെപ്പോഴും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യാറുണ്ട്. അത് പറ്റില്ല, ഇത് പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യണം, ഇന്ന കാര്യങ്ങളാണ്. പക്ഷേ ആ ഒരു ബ്രേക്ക് ഫ്രീ ആയിട്ട് നമ്മൾ എല്ലാം ചെയ്യാൻ നമ്മളൊരു ഫ്രീ സ്പിരിറ്റ് ആണെന്നുള്ളത് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാൻ റെഡിയാകുന്ന ആ ഒരു എന്താ പറയുക ഒരു ഡിസിഷൻ എടുക്കുന്നു, മുന്നോട്ട് പോകുന്നു, വേണ്ടുന്ന രീതിയിൽ നമ്മളെ ചേഞ്ച് ചെയ്യേണ്ട രീതി നമ്മൾ ചേഞ്ച് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. അങ്ങനൊരു ടൈം അതൊരു വലിയ ബ്ലെസ്സിങ് ആണ് കേട്ടോ, സീരിയസ്ലി. കാരണം നമുക്ക് ആ ബ്രേക്ക് ഫ്രീ ആവാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. കാരണം നമ്മളെപ്പോഴും വിചാരിക്കും നമ്മളെ കൊണ്ട് ഇതിനൊന്നും പറ്റില്ല, ഇങ്ങനെ വിചാരിക്കുന്നത് നമുക്ക് കുറച്ച് എളുപ്പം. അപ്പം നമ്മൾ മിക്കവാറും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും. നമ്മുടെ കളക്റ്റീവിൻ്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ചേഞ്ച്, ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ മാറി ആ ഒരു ബ്രേക്ക് ഫ്രീ എനർജിയിലേക്ക്. കാരണം എന്തും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളൊരു അൺലിമിറ്റഡ് ബീയിങ് ആണ്, നമുക്ക് ലിമിറ്റൊന്നും ഇല്ല. നമുക്ക് ആ ഒരു ലിമിറ്റ് നമ്മൾ തന്നെയാണ് ഫിക്സ് ചെയ്യുന്നത്, നമ്മൾ തന്നെയാണ് നമ്മളെ ഷോർട്ടാക്കി വെക്കുന്നത് എന്നുള്ളതൊക്കെ തിരിച്ചറിവേണ്ട സമയമാണ് കേട്ടോ നെക്സ്റ്റ് 3 months. അത് ഭയങ്കര ബ്ലെസ്സിങ് ആണ്. കാരണം പലപ്പോഴും നമ്മുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരം നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ലോകം മുഴുവനെന്നാണ്. ഒന്നുമല്ല, നമുക്കറിയാവുന്ന വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ ആ ഒരു ലിമിറ്റഡ് കാര്യത്തിൽ നിന്ന് പല പല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വരുമ്പോഴാണ് നമുക്ക് ആഹാ മൊമെൻറ്റ്സ് ആണ്. ഓക്കെ, എന്നുവെച്ചാൽ പല കാര്യങ്ങളെക്കുറിച്ചും പല കണക്ഷൻസിനെക്കുറിച്ചും പല ലൈഫിലെ സിറ്റുവേഷനെക്കുറിച്ചും പാസ്റ്റിൽ നടന്ന പല കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കുന്ന പല ആൾക്കാരെക്കുറിച്ചുള്ള തിരിച്ചറിവുകൾ ഒക്കെ വരുന്ന ഒരു ടൈമായിരിക്കും. ജസ്റ്റ് ലൈക്ക് ആഹാ മൊമെൻറ്റ്സ് ആയിരിക്കും കേട്ടോ നെക്സ്റ്റ് 3 months. കൊള്ളാം കേട്ടോ, എല്ലാവരുടെയും ജേർണി ഉണ്ടേ നെക്സ്റ്റ് 3 months ഒരു സർപ്രൈസ് ജേർണി. അത് ഫയൽ 1 ഉണ്ടായിരുന്നു കേട്ടോ. സർപ്രൈസ് ജേർണി നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സ്പിരിച്വൽ മന്തായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഫയൽ 2 ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല സ്പിരിച്വൽ മന്തായിരിക്കും എന്ന്. ഡെഫിനറ്റ്ലി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സ്പിരിച്വൽ മന്തായിരിക്കും. നമ്മുടെ ആ ഒരു ഷാഡോ, നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സാധനമാണ് നമ്മുടെ ഷാഡോ സെൽഫും ലൈറ്റ് സെൽഫും. അപ്പം ഷാഡോ സെൽഫ് നമുക്ക് എല്ലാവർക്കും ഉള്ളതെന്ന് പറഞ്ഞതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒരു കാഴ്ചപ്പാടുണ്ടാവും എല്ലാ കാര്യത്തിനെക്കുറിച്ചും. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മളെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഒരാൾ സന്തോഷിക്കുന്ന സമയത്ത് സന്തോഷിക്കാൻ പറ്റാറില്ല. ഓക്കെ, നമുക്ക് ചില സമയത്തൊക്കെ അസൂയ വരാറുണ്ട്. നമ്മൾ നാച്ചുറൽ ഹ്യൂമൻ ബീയിങ്സ് ആണ്. അസൂയ വരാതിരിക്കാനായിട്ട് നമ്മൾ ആർക്കും കരാറൊന്നും കൊടുത്തിട്ടില്ല. സോ ഡെഫിനറ്റ്ലി അസൂയകളൊക്കെ വരും. ഓക്കെ, അതെന്ന് പറയുന്നത് നമ്മുടെ ലൈറ്റ് സെൽഫിൻ്റെ അതല്ല, നമ്മുടെ എല്ലാവർക്കും ഉള്ള ആ ഒരു സബ് ഓൾറെഡി ഉള്ളൊരു സാധനമാണ് ഈ അസൂയ, ജലസിയുടെ എനർജിയൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ കൂടെയുള്ളതാണ്. അപ്പം അത് ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ വല്ല സ്റ്റക്ക് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ ആഗ്രഹിക്കുന്ന പോലെ മുന്നേറാൻ പറ്റുന്നില്ല. പക്ഷേ വേറൊരാൾ ഈ പറഞ്ഞ പോലെ അതിനേക്കാൾ മുന്നേറി പോകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഞാൻ എല്ലായിടത്തും ഇൻക്ലൂഡിങ് ഞാൻ എൻ്റെ കൂടുതലും ഗൈഡൻസ് കൊടുത്തിട്ടുള്ളൊരു കാര്യമാണ്. അവർക്ക് അവരുടെ ലൈഫിൽ ഇങ്ങനെ സക്സസ്ഫുൾ ആവാനുള്ള ടൈം ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കും വരും. ഇതെവിടെ പോവാൻ? കാരണം ഇവിടം എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും വേണ്ടി ഓപ്പണാണ്. ഈ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ അബണ്ടൻ്റ് ആണ്. നമ്മൾ എന്താഗ്രഹിച്ചാലും ഈ യൂണിവേഴ്സിലുണ്ട്. പിന്നെ എപ്പോഴും നമുക്കറിയാം നമ്മളെപ്പോഴും നമ്മളെ ലിമിറ്റ് ചെയ്ത് മാത്രമേ ആലോചിക്കാറുള്ളൂ. അല്ലാതെ നമുക്ക് തന്നെ അറിയാമോ ഇതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല, ഇതിനപ്പുറത്തേക്ക് ആലോചിക്കണ്ട. കാരണം നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ അറിയാം. അത് നമ്മുടെ റിയാലിറ്റിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ സ്പിരിറ്റ് നമ്മളെ കൊണ്ട് ആലോചിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ ശ്രമിക്കാറുള്ളൂ. അപ്പം ആ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെച്ചേക്കുക. നമ്മളൊരു ലിമിറ്റ്ലെസ് ബീയിങ് ആണ്, ഓഫ് കോഴ്സ് ആണ്, അതിലൊരു ഡൗട്ടും ഇല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ പല ആൾക്കാരും ലൈഫിൽ സക്സസ്ഫുൾ ആകുന്നു, മുന്നോട്ട് പോകുന്നു, മുന്നേറിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ ബാക്കിലോട്ടായി പോകുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും അത് വേണ്ട. കാരണം വെച്ചാൽ നമ്മളെപ്പം എവിടെ എത്തണം എന്നുള്ളത് ഓൾറെഡി ഡെസ്റ്റിൻഡ് ആണ്. ഓക്കെ, നമ്മൾ ലേറ്റായിട്ട് തുടങ്ങിയാലും നമ്മൾ അവിടെ തന്നെ എത്തും, നമ്മൾ നേരത്തെ തുടങ്ങിയാലും നമ്മൾ അവിടെ എത്തുള്ളൂ. മനസ്സിലായില്ലേ? അതൊരു ഡെസ്റ്റിനേഷനാണ് അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനിയാണ്. അപ്പം അതിന് നമുക്ക് വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അപ്പം ഒരിക്കലും എനിക്കറിയാം സമയമൊക്കെ പോകുന്നു, ഞാൻ മാത്രം എൻ്റെ ലൈഫിൽ രക്ഷപ്പെട്ടില്ല, ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെട്ടല്ലോ ദൈവമേ, എങ്ങനെയൊന്നും വിചാരിക്കരുത്. അവർ രക്ഷപ്പെട്ടെങ്കിൽ രക്ഷപ്പെട്ടെ, അത് അവരുടെ ടൈമാണ്. നമ്മുടെ ടൈം വരുമ്പോൾ ദൈവത്തിന് നമ്മളെ കൈവിടാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ദൈവം അതിന് വേണ്ടുന്ന എല്ലാ ആക്ഷൻസും എടുക്കും. അതിനൊക്കെ വേണ്ടുന്ന മെയിനായിട്ടുള്ള കാര്യം ട്രസ്റ്റാണ്. ട്രസ്റ്റ് ചെയ്യുക, ട്രസ്റ്റ് ദ പ്രോസസ്, പറഞ്ഞ പോലെ ട്രസ്റ്റ് ദ റിയാലിറ്റി. ഓക്കെ, ഈ പറഞ്ഞ പോലെ ട്രസ്റ്റ് ദ ഫ്ലോ. എനിക്കറിയില്ല ട്രസ്റ്റ് നിങ്ങളൊക്കെ സംബന്ധിച്ചുകൊണ്ട്
സിറ്റുവേഷനാണ്. 5 പെൻറ്റക്കിൾസിന് എനിക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ടഫ് സൈക്കിളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ സൊല്യൂഷനാണ് കേട്ടോ. നെക്സ്റ്റ് 3 മന്ത്സിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൊല്യൂഷൻ. പല കാര്യങ്ങളും നിങ്ങൾ ഏതെങ്കിലും ഏരിയാസിൽ സ്റ്റക്കാണെങ്കിൽ അതിന് സൊല്യൂഷൻ, നിങ്ങളുടെ ജോബ് സിറ്റുവേഷൻ ആണെങ്കിലും റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ഹെൽത്ത് വൈസ് ആണെങ്കിലും എന്ത് ഏരിയയിലാണോ നിങ്ങളുടെ സ്റ്റക്ക് അതിനുള്ളൊരു സൊല്യൂഷനാണ് നെക്സ്റ്റ് 3 മന്ത്സിൽ നിങ്ങൾക്ക് വരുന്ന ബിഗ് സർപ്രൈസ്. ആ സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇവിടെ ഇപ്പം ഈ കുട്ടിയെ കണ്ടാൽ അറിയാം ഈ കുട്ടി ഈ റൂമിനകത്താണ് എന്നുള്ളത് വിശ്വസിച്ച് ഇതിനകത്ത് ഇരിക്കുകയാണ്. പക്ഷെ പുള്ളിക്കാരത്തിക്ക് അറിയില്ല, ലൈക്ക് പുള്ളിക്കാരത്തി വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കീ എടുത്ത് ഈ ഡോർ ഓപ്പൺ ചെയ്ത് പുള്ളിക്കാരത്തിക്ക് അവിടെ നിന്ന് ലീവ് ചെയ്യാം എന്നുള്ളത് പുള്ളിക്കാരത്തി അറിയുന്നില്ല. പുള്ളിക്കാരത്തി ഞാനിവിടെ ട്രാപ്ഡാണ്, എനിക്കൊരു സൊല്യൂഷനും ഇല്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ്. പക്ഷേ അതിൽ നിന്ന് മാറി ഞാൻ എന്താ പറയുക, അത് സൊല്യൂഷനിലേക്ക് എത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു ഗൈഡൻസാണ് എനിക്കിവിടെ മെയിനായിട്ട് കിട്ടുന്നത്. ഗ്രേറ്റ് മോഷൻ ജാസ്പർ, ഷെഡ്യൂൾ യുവർ സെൽഫ് ഇൻ. വാവ്. കാരണം ഇത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഫീലിംഗും ഇല്ല. കാരണം എനിക്കറിയാം നിങ്ങൾ എത്രത്തോളം നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ആൾക്കാരാണെന്ന്. പ്രയോറിറ്റൈസ് യുവർ സെൽഫ്. നമ്മൾ എല്ലാവരെയും പ്രയോറിറ്റൈസ് ചെയ്ത് എല്ലാവർക്കും എല്ലാവർക്കും വരുന്ന സ്പേസ് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഞാൻ അങ്ങനെയല്ല, നമുക്ക് നമ്മളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യണം. നമുക്ക് നമ്മുടേതായ പ്രയോറിറ്റൈസേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രയോറിറ്റി അല്ലെങ്കിൽ നമ്മളെ കൂടി എല്ലാവരും കഴിഞ്ഞ് ഞാൻ എന്നുള്ളതിനേക്കാളും അവരെപ്പോലെ തന്നെയാണ് ഞാൻ, അവരെപ്പോലെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ വന്ന ആൾ തന്നെയാണ് ഞാൻ. അപ്പം അത് മനസ്സിൽ കരുതിയിട്ട് നമുക്കും അത്രയും തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, ആ ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ ഈ നെക്സ്റ്റ് 3 മന്ത്സിൽ ഫേസ് ചെയ്യാൻ പോകുന്നത്. വളരെ സൂപ്പർ യുണീക്കായിട്ടുള്ള സാധനം കേട്ടോ. പ്രയോറിറ്റൈസ് യുവർ ഹെൽത്ത്. നിങ്ങൾ ഈ നെക്സ്റ്റ് 3 മന്ത്സിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ വേറൊരു പ്രയോറിറ്റി നിങ്ങളുടെ ഹെൽത്ത് തന്നെയായിരിക്കും. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കും. എക്സസൈസ് ചെയ്യാൻ മടിയാകുന്ന ആൾക്കാർക്ക് പലരും ഈ പറഞ്ഞ പോലെ എക്സസൈസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. പലതും എന്ന് വെച്ചാൽ നമ്മൾ ആക്റ്റീവാവും, ആക്ടിവിറ്റീസ് ചെയ്യും. പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, പല കാര്യങ്ങളും ചെയ്ത് കാണിക്കുന്ന ഒരു ടൈം തന്നെയായിരിക്കും നെക്സ്റ്റ് 3 months. വാവ്, ബിഗ് സർപ്രൈസ്, ഹ്യൂജ് സർപ്രൈസസ് ആണ് കേട്ടോ. ഒരു രക്ഷയില്ല. ടേക്ക് ആക്ഷൻ. നിങ്ങൾ പല ആൾക്കാരും പല കാര്യത്തിനെക്കുറിച്ചും കൃത്യമായിട്ട് ആക്ഷൻ എടുക്കുന്നൊരു ടൈമായിരിക്കും. നമ്മൾ പറയുന്ന ഒന്നാണ്, ആക്ഷൻ എടുക്കുക ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനാരിയോ ആണ്. അപ്പം ഡെഫിനറ്റ്ലി ആ ഒരു ആക്ഷൻ എടുക്കുന്ന ഒരു ടൈം ഫ്രെയിം ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. പല കാര്യത്തിനും ഡിസിഷൻ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ചെയ്തെടുക്കണം എന്നുള്ളൊരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ് എനിക്കിവിടെ പറയാനുള്ളത്. നൈസ്. കാരണം നമുക്ക് ചില സമയത്ത് നമ്മൾ ആക്ഷൻ എടുക്കാനായിട്ട് ഇങ്ങനെ അവൈറ്റിംഗ് ആയിരിക്കും. പക്ഷേ നെക്സ്റ്റ് 3 മന്ത്സിൽ നിങ്ങൾ ആക്ഷൻ എടുക്കും. നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കി അതിന് വേണ്ടുന്ന ആക്ഷൻ എടുക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് 3 മന്ത്സിൽ ഞാൻ കാണുന്ന വേറൊരു ബിഗ് സർപ്രൈസ് ആണ് കേട്ടോ. കാരണം നമ്മൾ ആക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ പറയുന്നത് എളുപ്പമാണ്, ആക്ഷൻ എടുക്കാമെന്ന് കേൾക്കുമ്പോഴും നല്ല സുഖമുള്ള വാക്കാണ്. പക്ഷേ ആക്ഷൻ എടുക്കുക ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്, റൈറ്റ്? അപ്പം അത് നിങ്ങൾ നെക്സ്റ്റ് 3 മന്ത്സ് ചെയ്യുന്നു. ഇറ്റ്സ് റിയലി എ ബിഗ് സർപ്രൈസ്. ചിലരെ സംബന്ധിച്ചുള്ളത് വളരെ ഹ്യൂജ് സർപ്രൈസ് തന്നെയായിരിക്കും നെക്സ്റ്റ് 3 മന്ത്സ് ഉണ്ടാകുന്നത്. അസെൻഷൻ, ചിലർക്ക് സ്പിരിച്വൽ റിലേറ്റഡ് ആയിരിക്കും. ഞാൻ പറഞ്ഞു, മൂവ് ഇൻ ടു യുവർ ട്രൂ സെൽഫ്, റൈസ് എബോവ് ദ ഡാർക്ക്നെസ്, ദ ലൈറ്റ് ഈസ് ഹിയർ. കാരണം ഇവിടെ ഡാർക്ക് സെൽഫിന് ഇതിനകത്ത് എനിക്ക് ഡാർക്കും ഷാഡോ സെൽഫും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഒരു കൺഫർമേഷൻ മെസ്സേജാണ് വന്നിരിക്കുന്നത്. നമ്മൾ അതിനകത്ത് നിന്ന്, കാരണം എല്ലാവർക്കും ഉണ്ട് ഈ ലൈറ്റ് സെൽഫും അതുപോലെ തന്നെ ഷാഡോ സെൽഫും ഒക്കെ. അപ്പം അതിനകത്ത് നിന്ന് തന്നെ നമ്മളത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഇറ്റ്സ് ലൈക്ക് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. കാരണം അസെൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളാരെങ്കിലും ഇപ്പം നമ്മളെല്ലാവരും സ്പിരിച്വൽ ജേർണിയിലുള്ള ആൾക്കാർ തന്നെയാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ എൻ്റെ അടുത്ത് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ 100% സ്പിരിച്വൽ ആൾക്കാർ തന്നെയാണ്. ഓക്കെ, സ്പിരിച്വാലിറ്റി ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് സ്പിരിച്വൽ ആവുന്നത്. അതുപോലെ തന്നെ സെൽഫ് റിയലൈസേഷനൊക്കെ എന്താണെന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർ തന്നെയാണ്. എന്തുകൊണ്ട് ഞാൻ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും പെയിൻ, എന്തുകൊണ്ട് ഇത്രയും വിഷമം, നമ്മൾ ഒരേ സൈക്കിളിൽ എന്തുകൊണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ റീസൺ അറിയാൻ ആഗ്രഹമുള്ള എന്നെപ്പോലുള്ള ആൾക്കാർ തന്നെയാണ് എൻ്റെ കൂടെ കണക്റ്റ് ആകുന്നത്. എനിക്ക് 100% ഷുവറാണ്. കാരണം എൻ്റെ റിഫ്ലക്ഷൻ തന്നെയാണ് എൻ്റെ കൂടെയുള്ള ഓരോ ഫാമിലി മെമ്പേഴ്സ്, ലൈക്ക് നിങ്ങളെല്ലാവരും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് അടുത്ത സ്റ്റേജ്, കാരണം നമ്മുടെ ലൈഫിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിലും അവേക്കനിങ് തന്നെ ആയിരിക്കും. അത് പല ടൈപ്പ് ഓഫ് അവേക്കനിങ്സ് ഉണ്ടാവും. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ്റെ കാർഡുണ്ട്,
ടർക്കോയിസിൻ്റെ ഇതുണ്ടായിരുന്നല്ലേ. ഓക്കെ, ഗെറ്റ് എ വെയിറ്റ് ഓഫ് യുവർ ചെസ്റ്റ്, സ്പീക്ക് അപ്പ് വിത്ത് ലവ് ആൻഡ് ബി ഹേർഡ്. എന്തെങ്കിലും ഈ പറഞ്ഞ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ്റെ കാർഡ് എനിക്ക് തോന്നുന്നു പൈൽ 1 ഉണ്ടായിരുന്നു. നമ്മൾ ഈ പറഞ്ഞ പോലെ പലരും നമ്മൾ മിക്കവാറുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്ന മെയിനായിട്ടുള്ളൊരു കാര്യം നമ്മൾ പലതും പറയാതെ വിഴുങ്ങാറുണ്ട്. ഓക്കെ, ഈ മെഴുകിയതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, മറ്റുള്ളവർക്ക് അതിനൊരു അവസരം കൊടുക്കാം എന്നുള്ളതല്ലാണ്ട് വേറെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗുണങ്ങളൊന്നുമില്ല. അപ്പം ഡെഫിനറ്റ്ലി നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് തന്നെ പറയുക, ഉള്ളിൽ വെച്ചൊതുക്കിയിട്ട് പ്രത്യേകിച്ച് നമുക്ക് ആർക്കും ഒന്നും കൊടുക്കാനില്ല അല്ലേ. അപ്പം അതെപ്പോഴും മനസ്സിലാക്കിയിട്ട് തന്നെ മുന്നോട്ട് പോവുക, പോസിറ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് തോന്നുന്നിടത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതും ഈ പറഞ്ഞ പോലെ നമുക്ക് പറയാനുള്ള കാര്യം ദേഷ്യത്തിൽ പറഞ്ഞു തീർക്കണം എന്നല്ല ഞാൻ ഒരിക്കലും പറയുന്നത്. നമ്മൾ പറയേണ്ട രീതിയിൽ അവർക്ക് ആ കാര്യം മനസ്സിലാവണം. അല്ലാതെ നമുക്ക് ഇപ്പോൾ ഒരാൾ നമ്മൾ ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ നമുക്ക് തിരിച്ചും ദേഷ്യപ്പെട്ട് സംസാരിക്കാം, അതിൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അയാൾ നമ്മൾ പറയുന്നത് കേൾക്കാനേ പോകുന്നത്. പക്ഷേ നമ്മൾ ആ ദേഷ്യപ്പെട്ട് സംസാരിച്ച് കഴിഞ്ഞ ശേഷം അവരുടെ അടുത്ത് ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ വേണ്ടുന്നത്, അത് ഇതല്ലേ ഉദ്ദേശിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ കേൾക്കും. മനസ്സിലായില്ലേ? അത് നമ്മൾ അത്രയും സ്നേഹത്തോടെ അല്ലെങ്കിൽ അത്രയും ആ ഒരു പരിഗണനയോട് സംസാരിക്കുന്നതുകൊണ്ടാണ് അവർ നമുക്ക് ആ ഒരു പ്രയോറിറ്റി തരുന്നത് അല്ലേ. അപ്പം അങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ ഓരോരുത്തരുടെ എക്സിക്യൂഷനിലും ഇതുപോലെ പല സമയത്തും കമ്മ്യൂണിക്കേഷൻ. നിങ്ങളിൽ ചില ആൾക്കാർ മെഡിക്കൽ ഫീൽഡ്, എനിക്കറിയില്ല, മെഡിക്കൽ ഫീൽഡ് ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും. ഈ പറഞ്ഞ പോലെ മെഡിസിൻ, എനർജി, നഴ്സ്, ഡോക്ടേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇതിനകത്തുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അവരുടെയൊക്കെ എനർജി ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നൈസ്. അടുത്തെന്താണ് സ്പിരിറ്റെ? സെറൻഡിപ്പിറ്റി. വാവ്, ഹാപ്പിനെസ് ആണ് കേട്ടോ. അൾട്ടിമേറ്റ് ഹാപ്പിനെസ്സിൻ്റെ ടൈമാണ് നെക്സ്റ്റ് 3 months. സൂപ്പർ സർപ്രൈസാണ് കേട്ടോ. സ്പിരിറ്റ് ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പി സീരിയസ്ലി ഗൈസ്, എനിക്കറിയില്ല നിങ്ങൾ എത്രത്തോളം ആൾക്കാർ ട്രസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഞാൻ ഒരിക്കലും ഈ പറഞ്ഞ പോലെ കണ്ട കാർഡ്സൊന്നുമല്ല. ഞാൻ റാൻഡംലി എല്ലാ കാർഡ്സും ഇങ്ങനെ ഷഫിൾ ചെയ്യുന്നു വെക്കുന്നു. അത്രയേ ഉള്ളൂ. വരുന്നത് ഹിയർ ആൻഡ് നൗ, പ്രസൻറ്റ് മൊമെൻറ്റിൻ്റെ കാര്യം. കാരണം നിങ്ങൾ അതിനെക്കുറിച്ചും ഒന്ന് മനസ്സിലാക്കുന്ന ടൈം തന്നെ ആയിരിക്കും നെക്സ്റ്റ് 3 months. പ്രസൻറ്റ് മൊമെൻറ്റ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ബി ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ് എന്നൊക്കെ പറയാൻ ഈസിയാണ്, പക്ഷേ ഇറ്റ് ഈസ് വെരി മച്ച് ടഫ്. കാരണം നമ്മളെപ്പോഴും നമുക്ക് പാസ്റ്റിൽ പോയി ജീവിക്കാനും അതുപോലെ ഫ്യൂച്ചറിൽ പോയി ജീവിക്കാനുമാണ് നമുക്കിഷ്ടം. നമ്മൾ ഓരോരുത്തരും പാസ്റ്റിൽ നടന്ന ഓരോ കാര്യങ്ങൾ, ഇത് ഞാൻ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു, ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല എന്ന റിസൾട്ട്, എൻ്റെ അന്ന് ഞാനത് അങ്ങനെ മറുപടി പറയേണ്ടതാണ്, ഈ മറുപടി പറഞ്ഞുകൊണ്ടല്ലേ ഇങ്ങനെ എന്ന് വെച്ചിട്ട് നമ്മൾ എപ്പോഴും പാസ്റ്റിലായിരിക്കും. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഞാൻ അങ്ങനെ അടിച്ച് പൊളിക്കും, അങ്ങനെ വീട് വയ്ക്കും, അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറഞ്ഞ ഫ്യൂച്ചർ നമുക്ക് ഇപ്പം കിട്ടുന്നില്ലേ ഈ ഒരു മൊമെൻറ്റ്. അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, എത്രത്തോളം ബ്ലെസ്ഡ് ആണ്, എത്രത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക ജെന്യുവൻ ആയിട്ടുള്ള ബ്ലെസ്സിങ് ആണെന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്ന ഒരു ടൈമായിരിക്കും പൈൽ 2 നിങ്ങളുടേത്. പൈൽ 2 ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ച നിങ്ങളുടെ ഇത്രയും സ്പിരിച്വൽ ആവുമെന്ന്. ഹിയർ ആൻഡ് നൗവിൻ്റെ കാർഡൊക്കെ വരുമ്പോൾ ബി ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ്, ഈ മൊമെൻറ്റിൽ അപ്പം നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ മൊമെൻറ്റിൽ എന്നെ കേട്ടുകൊണ്ട് തന്നെ ഇരിക്കുക. ഓക്കെ, അതിനെക്കുറിച്ച് പാസ്റ്റും ഫ്യൂച്ചറൊന്നും ചിന്തിക്കാതെ ഇപ്പം എന്താണ്. അപ്പം ഡെഫിനറ്റ്ലി ഈ മെസ്സേജൊക്കെ കിട്ടുമ്പോൾ നമുക്ക് എത്ര പേർക്ക് എനിക്കറിയില്ല ഇത് ബ്ലെസ്സിങ് ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ. എനിക്ക് ഇങ്ങനത്തെ കിട്ടുന്ന മെസ്സേജൊക്കെ ഓരോ മെസ്സേജും എനിക്ക് ഭയങ്കര ബ്ലെസ്സിങ്ങാണ്. കാരണം അവരവരുടെ എനർജി സ്പിരിറ്റുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് തരുന്ന ഒരു ഇതാണ് അല്ലേ. അപ്പം അതെനിക്ക് ഭയങ്കര ഹ്യൂജ് ബ്ലെസ്സിങ് ആണ്. പിന്നെ പല കാര്യങ്ങളും നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ്. അപ്പം ആ ഒരു ബ്ലെസ്സിങ്സ് ഞാനിവിടെ നിങ്ങളെ സംബന്ധിച്ചും കാണുന്നുണ്ട്. അപ്പം എന്തായാലും പോസിറ്റീവാണ് ഗൈസ്, വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളെ നെക്സ്റ്റ് 3 months, എസ്പെഷ്യലി നിങ്ങളുടെ കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള നെക്സ്റ്റ് 3 months ആയിരിക്കും. സർപ്രൈസസ് റിലേറ്റിംഗ് ടു സ്പിരിച്വാലിറ്റി. എനിക്കറിയില്ല എത്രത്തോളം സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്ന്. ഒരു സ്പിരിച്വൽ റിയാലിറ്റീസും കാര്യങ്ങളും സ്റ്റക്ക് സിറ്റുവേഷൻ എന്തുകൊണ്ടുണ്ടായി, അതിൻ്റെ റീസൺ എന്താണ്, എനിക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം എൻ്റെ ലൈഫിൽ, എന്തുകൊണ്ടായിരിക്കും എൻ്റെ ദൈവം അങ്ങനെ ചെയ്തത് എന്നുള്ള പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്ന ഒരു ടൈം തന്നെയായിരിക്കും നെക്സ്റ്റ് 3 months. ബിഗ് സർപ്രൈസസ് ഒന്നും എനിക്കറിയില്ല, എല്ലാ സർപ്രൈസസാണ്. കാരണം ഹാപ്പി മൊമെൻറ്റ്സ്, ഒരുപാട് ഹാപ്പി മൊമെൻറ്റ്സിലൂടെ പോകും. പിന്നെ നിങ്ങൾ പ്രസൻറ്റ് മൊമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കും, അതനുസരിച്ച് ആക്ഷൻ എടുക്കും. വാവ്, ഗ്രേറ്റ് കാർഡ്സ് ഗൈസ്. താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. എനിക്കിതൊക്കെ ഭയങ്കര സംഭവമാട്ടോ, സീരിയസ്ലി താങ്ക് യു വെരി മച്ച്. ഫൈനൽ കാർഡാണ് എടുക്കുന്നത്, പറയാം കേട്ടോ, ഒറ്റ കാർഡ് മതി സ്പിരിറ്റ്. പേഴ്സണൽ ഇഷ്യൂ റീച്ചസ് റെസൊല്യൂഷൻ.
ഡെഫിനറ്റ്ലി നെക്സ്റ്റ് 3 മന്ത്സിൽ പല കാര്യങ്ങൾക്കും സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു റെസൊല്യൂഷൻ ഉണ്ടാകുന്നൊരു ടൈം തന്നെയായിരിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വീക്കിനെയാണ് എന്നൊക്കെ പറഞ്ഞത് ഈ പലതും പല ഡെക്കിൽ നിന്ന് ഞാൻ എടുത്തു വെച്ച കാഴ്ചയാണ്. പലതും കണക്ട് ചെയ്ത് വരുമ്പോൾ എല്ലാം 1 പേജിൽ നിൽക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു എന്താ പറയുക സ്പിരിറ്റിൻ്റെ ആ ഒരു ഗൈഡൻസും കാര്യങ്ങളും അതെനിക്ക് ഹ്യൂജാണ്. ഓരോ സമയത്തും ഓരോ ഡെക്കിനകത്തു നിന്നും ഓരോ കാർഡിലെ ഡെക്കിനകത്തു നിന്ന് കിട്ടുന്ന എനർജീസ് ഡിഫറെൻ്റാണ്. അപ്പം അതെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം സീരിയസ്ലി ആഹാ മൊമെൻറ്റ്സ് ആണ്. ആഹാ ദാറ്റ്സ് എ മൊമെൻറ്റ്. യാ ഓൾറൈറ്റ് ഗൈസ്, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ നെക്സ്റ്റ് 3 മന്ത്സിലെ സർപ്രൈസിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കും എല്ലാം പോസിറ്റീവായി വരട്ടെ. എസ്പെഷ്യലി നിങ്ങളെ എനിക്ക് കുറച്ചധികം സ്പിരിച്വലായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സ്പിരിച്വലായിട്ട് തന്നെ നല്ല പീരീഡ് ആയിരിക്കട്ടെ. ബീയിങ് ഇൻ ദ പ്രസൻറ്റ് എന്ന വലിയൊരു കാര്യം. പാസ്റ്റും ഫ്യൂച്ചറും നമ്മളവിടെയാണ് എപ്പോഴും. അതിന്ന് മാറി നമ്മൾ ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റ്, കാരണം നമുക്കറിയാം നമ്മുടെ ഈ പ്രസൻറ്റ് മൊമെൻറ്റാണ് നാളൊരു സമയത്ത് പാസ്റ്റായി മാറുന്നത്. അപ്പോൾ ഈ പ്രസൻറ്റ് മൊമെൻറ്റ് നമ്മൾ നല്ല പെർഫെക്റ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാസ്റ്റ് ഈസ് ലൈക്ക് ആഹാ സൂപ്പർ എൻ്റെ പാസ്റ്റൊക്കെ കിടുവാണല്ലോ എന്ന് തോന്നും. അതുപോലെ തന്നെ അതിൻ്റെ അതേ എനർജി നമ്മുടെ ഫ്യൂച്ചറിൽ പോകുമ്പോൾ അതിനേക്കാൾ സൂപ്പറായിരിക്കും നമ്മുടെ ഫ്യൂച്ചർ. സോ ബി ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ് ഗൈസ്. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ ട്യൂണിങ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈഫ്. ടേക്ക് കെയർ. ബൈ. Hi Pile 3, welcome to your reading. Alright, നമുക്ക് നോക്കാം. ഓ മൈ ഗാഡ്, ഇവൻ ഇവിടെ കയറിയിരിക്കുകയാണ്. ഞാൻ സീരിയസ്ലി അത് വിട്ടുപോയി കേട്ടോ. സീരിയസ്ലി Pile 3 അല്ല, നിങ്ങളെ സംബന്ധിച്ച് ഇത് റെലവൻറ്റ് കാർഡായിരിക്കാം. അതായിരിക്കും സ്പിരിറ്റ് ഇവിടെ വെപ്പിച്ച് തന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു പേഴ്സണൽ റെസൊല്യൂഷൻ മീൻസ് പേഴ്സണൽ സിറ്റുവേഷൻസിന് അതൊരു റെസൊല്യൂഷൻ കിട്ടുന്നൊരു ടൈം ആയിരിക്കും കേട്ടോ നെക്സ്റ്റ് 3 മന്ത്സിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിങ്സ്. കാരണം നമുക്ക് ആ ഒരു നമ്മൾ പറയില്ലേ ഒരു സിറ്റുവേഷന് ഒരു ക്ലാരിറ്റി കിട്ടിയിരുന്നെങ്കിൽ അല്ലെ എന്താ നെക്സ്റ്റ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവുന്നു എന്നുള്ളതിൻ്റെ ഒരു
നമ്മുടെ ഓരോരുത്തരും എപ്പോഴും നമ്മുടെ കംഫർട്ട് സോണിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഈ പറഞ്ഞ പോലെ പല സിറ്റുവേഷൻസ് വന്നാലും നമ്മൾ ആ ഒരു കംഫർട്ട് സോൺ വിട്ടു പോകാൻ മടിക്കും. പക്ഷേ നിങ്ങൾക്ക് നെക്സ്റ്റ് 3 മന്ത്സിൽ നിങ്ങളുടെ കംഫർട്ട് സോൺ എന്താണെന്ന് മനസ്സിലായി അതിനെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാനുള്ളൊരു കപ്പാസിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു മൈൻഡ് ദൈവം തരുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ഭയങ്കര ഒരു വലിയ സർപ്രൈസ് തന്നെയാണ്. ടേക്ക് പ്ലെഷർ ഇൻ ദ തിങ്സ് യു ഡു. നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്ന മാത്രമല്ല, നമുക്ക് പലതും നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക എന്നൊക്കെ പറയില്ല, അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ പഠിക്കുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജോലിക്ക് പോകുന്നു, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നു, അതൊന്നും ഇഷ്ടമല്ല, ഇഷ്ടപ്പെടുന്ന പോലെയാണെങ്കിൽ അത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ആ ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ച് ആണ്. ഇഷ്ടപ്പെടുന്നതിനേക്കാളും ശരി. ഇപ്പം നമുക്കൊരു ജോബുണ്ട്, ഓക്കെ, ജോബുള്ളപ്പോൾ നമ്മൾ പറയും നമുക്ക് അതിൻ്റെ ടൈമിങ് ശരിയാവില്ല, നമുക്കതിൻ്റെ സാലറി ശരിയാവില്ല, നമുക്കതിൻ്റെ ഒരു സാധനവും ശരിയാവില്ല. പക്ഷേ നമ്മളെപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇരിക്കുന്ന ആ ഒരു പൊസിഷനിൽ ആ ഒരു ജോബ് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ പുറത്ത് നിൽപ്പുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ബ്ലെസ്ഡാണ്, നമുക്കങ്ങനെ ഒരു ജോബുണ്ട്. നമുക്ക് കിട്ടുന്ന പോലത്തെ സാലറിയുടെ പകുതി സാലറിയെങ്കിലും കിട്ടുമെന്ന് പുറത്ത് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്ര ബ്ലെസ്ഡാണ് അത്രയും. അപ്പം അങ്ങനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യാറുണ്ട്. നമ്മളെപ്പോഴും നമ്മുടെ കമ്പാരിസൺ എപ്പോഴും നമ്മളെക്കാൾ വലിയ ആൾക്കാരുമായിട്ടാണ്, നമ്മളെക്കാൾ താഴെയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാറില്ല. പക്ഷേ നിങ്ങളുടെ ആ പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ലേക്ക്, യെസ് ഞാൻ കമ്പയർ ചെയ്യുന്നത് നമ്മളെക്കാൾ മുകളിൽ നിൽക്കുന്ന ആൾക്കാരും അവർ ലൈഫിൽ ഒരുപാട് ഉള്ള ആൾക്കാരായിട്ടല്ല, ഒന്നുമില്ലാത്ത നമ്മളെപ്പോലുള്ള സാധാരണക്കാരുമായിട്ട് വേണം കമ്പാരിസൺ ചെയ്യാൻ. അവിടെയാണ് നമ്മുടെ റിയൽ കമ്പാരിസൺ നടക്കുന്നതെന്നുള്ളതിൻ്റെ ഒരുപാട് തിരിച്ചറിവുകൾ ഉണ്ടാകുന്നൊരു സമയമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. നെക്സ്റ്റ് 3 months ബ്ലെസ്സിങ്സ് ആയിട്ട് വരുന്നത് കുത്തുമിനി ക്ലോക്ക് ഓഫ് വിസ്ഡം. യു ഓൾറെഡി നോ ദ ആൻസർ യു സീക്ക്, ട്രസ്റ്റ് വാട്ട് യു നോ. നിങ്ങൾ ഡെഫിനറ്റ്ലി നെക്സ്റ്റ് 3 monthസിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ സ്ട്രോങ് മാത്രമല്ല, നിങ്ങളത് ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നു. റിമെമ്പർ ദാറ്റ് യു ആർ ഓൺ എ പാത്ത്, ടേക്ക് 1 step at a time. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നെങ്കിലും, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ കംഫർട്ട് സോണിൻ്റെ പുറത്ത് പോകുന്നു എന്നുള്ള കാര്യം പറഞ്ഞു, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ചാടിക്കറിയില്ല നമ്മൾ ചെയ്ത് വെക്കരുത്. 1 step at a time. അപ്പോൾ അത് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പുതിയതായിട്ടൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ചാടിക്കറി എല്ലാം കൂടെ ചെയ്ത് വെക്കുകയല്ല ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങളൊരു ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ അതെവിടെ തുടങ്ങണം, എന്തായിരിക്കണം ഐറ്റം, എന്തൊക്കെയാണ് അതിന് വേണ്ടുന്നത്, അതിനെക്കുറിച്ച് എല്ലാത്തിനെക്കുറിച്ചും ഡെപ്ത്, അതിൻ്റെ കണക്കും കാര്യങ്ങളും ലീഗൽ ഫാക്ടേഴ്സും അതുപോലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ അറിയണം. പക്ഷേ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് 1 step at a time എന്നുള്ള രീതിയിൽ തന്നെ പോയി വേണം അത് അനലൈസ് ചെയ്യാൻ. നെക്സ്റ്റ് എന്തൊക്കെയാണ് സ്പിരിറ്റ്, ഈ നിങ്ങളുടെ എനർജി ഇൻ ആൻഡ് യാങ് എനർജിയിൽ നിങ്ങളുടെ മാസ്കുലിൻ എനർജി കുറച്ചുകൂടി എന്താ പറയുക, കുറച്ചുകൂടി ബാലൻസ്ഡ് ആവുന്നു. നിങ്ങൾ ഈ പറഞ്ഞ പോലെ അതുപോലെ എന്താ പറയുക, പോസിറ്റീവായിട്ട് പോകുന്നു. ഡിസ്റ്റൻസിൻ്റെ കാർഡുള്ളപ്പോൾ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, സം ഓഫ് യു ആർ ഡെഫിനറ്റ്ലി ട്രാവലിംഗ്. ഓക്കെ, ട്രാവൽ എനർജി ഡെഫിനറ്റ്ലി ഉണ്ട്. അത് മാത്രമല്ല ചില സമയത്ത് നമുക്കറിയാം, ഞാൻ ഫയൽ 1ന് കിട്ടിയ അതേ എനർജി എനിക്കിവിടെ ഫയൽ 3ക്ക് കിട്ടുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മൾ ലേറ്റായിപ്പോയി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒബ്സർവറിൻ്റെ കാർഡും കൂടി ഉണ്ട്, നമ്മൾ ലേറ്റായിപ്പോയി, നമ്മുടെ ലൈഫിൽ നമുക്കൊന്നും കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരിക്കലും ബാക്കിലായി പോവില്ല. ഓക്കെ, നമ്മളെ സംബന്ധിച്ച് ഒരിക്കലും സമയം കഴിഞ്ഞു പോവില്ല. ഈ സമയം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഇല്യൂഷനാണ്, മനസ്സിലായില്ലേ. നമ്മൾ ഇവിടെ മാത്രമാണ് ഈ പറഞ്ഞ പോലെ ക്ലോക്കും 24 hours കാര്യങ്ങളൊക്കെ ഉള്ള. ബാക്കിയുള്ള ഡയമെൻഷൻസിലൊക്കെ ആണെങ്കിൽ ടൈം എന്ന് പറയുന്നത് ഫാക്ടർ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ മാത്രമാണ് നമ്മൾ ഈ 24 hours കാൽക്കുലേഷൻസും സമയം ഇത്ര സമയം കൊണ്ട് ഇത്ര തീർക്കണം, ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നൊക്കെ ഉള്ളൊരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരിക്കലും ബാക്കിലോട്ടായി പോവില്ല, അല്ലെങ്കിൽ ഞാൻ മാത്രം ലൈഫിൽ ഇങ്ങനെ ആയിപ്പോയോ. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, കാരണം ഗെറ്റ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അപ്പോൾ കംഫർട്ട് സോണിൻ്റെ പുറത്ത് പോകുമ്പോൾ ആ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്താണ്, നമ്മൾ വിശ്വസിക്കുകയാണ് ലൈക്ക് ഡിവൈൻ നമ്മളെ പിടിച്ചോളും, അല്ലെങ്കിൽ നമുക്ക് വേണമെന്ന് ചെയ്തോളും. ആ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് നിങ്ങൾ എന്തായാലും നെക്സ്റ്റ് 3 months ചെയ്യുന്നുണ്ട്. അത് വളരെ വലിയൊരു കാര്യമാണ്. ഓക്കെ, ഒരു വലിയ ബ്രാൻഡ് ന്യൂ പോർട്ടൽ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആണ്. കാരണം ഗോ ദ ഡിസ്റ്റൻസ്
ലൈസൻസിൻ്റെ നമ്പർ 47 വിച്ച് കംസ് ടു 11. അതെന്ന് പറഞ്ഞാൽ എനിക്ക് പുതിയൊരു പോർട്ടൽ ഓപ്പൺ ആവുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ടാണ് എനിക്ക് കിട്ടുന്ന ഒരു എനർജി. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും പറയും കാരണം പേഴ്സ്പെക്റ്റീവ് ചേഞ്ചിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഡെഫിനറ്റ്ലി നെക്സ്റ്റ് 3 മന്ത്സിനകത്ത് നിങ്ങൾക്കുള്ളൊരു ഹ്യൂജ് ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോഴും സംസാരിക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇനിയൊരു നെക്സ്റ്റ് 3 മന്ത്സിലേക്ക് നിങ്ങളുടെ ഏറ്റവും ഹ്യൂജ് എനർജി നിങ്ങളൊരു ഒബ്സർവറായിട്ട് മാറുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളെല്ലാ കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുന്നു, ഒബ്സർവ് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഞാനിവിടെ കാണുന്ന ഓരോരോ എനർജീസും. അത് മാത്രമല്ല 49 നമ്പർ എന്ന് പറയുന്നത് എന്താ പറയുക, വിച്ച് കംസ് ടു 13 വിച്ച് ഈസ് നമ്പർ കംസ് ടു 4. നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി വേണം എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ അതിന് വേണ്ടുന്ന നെക്സ്റ്റ് സ്റ്റെപ്പും കാര്യങ്ങളും ഒക്കെ നെക്സ്റ്റ് 3 മന്ത്സിൽ നിങ്ങൾ എടുക്കുന്നതായിട്ടും അതിന് വേണ്ടുന്ന രീതിയിൽ മൊമെൻറ്റംസ് എല്ലാം ഉണ്ടാകുന്നതായിട്ടും ഒക്കെയാണ് ഞാൻ കാണുന്നത്. നെക്സ്റ്റ് 3 മന്ത്സിൽ ഹ്യൂജ് സർപ്രൈസ് തന്നെ. കാരണം നമുക്ക് നമ്മുടെ കംഫർട്ട് സോണിൻ്റെ പുറത്ത് പോയി കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെപ്പോഴും നമ്മുടെ കംഫർട്ട് സോണിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പിന്നെ പല കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഓരോ സിറ്റുവേഷനെക്കുറിച്ചും ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ ലൈഫിലെ റിയാലിറ്റി മനസ്സിലാക്കുകയും എന്തുകൊണ്ട് എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നു, എന്താണ് എൻ്റെ ലൈഫിലെ പർപ്പസ് എന്താണ്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയും അതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ആ ഒരു പേഴ്സ്പെക്റ്റീവ് നിങ്ങൾ ചിന്തിച്ച് വെച്ചിരുന്ന പല കാര്യങ്ങളും തെറ്റാണെന്ന് മനസ്സിലാക്കി നിങ്ങളാ ഒരു പേഴ്സ്പെക്റ്റീവ് ചേഞ്ചിലേക്ക് വരികയും പിന്നെ നമ്മൾ പറയില്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ബില്ല് പേ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ജോബ് വേണം, സമ്മതിക്കുന്നു. പക്ഷേ എന്നാലും സൈഡിൽ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, കാരണം നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിനൊരു പ്രത്യേക എനർജി ഉണ്ട്. ആ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഹൈ വൈബിലായിരിക്കും. എസ്പെഷ്യലി ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന സമയം 1:30 രാത്രി 1:30ക്കാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ ഹൈ വൈബിൽ തന്നെയാണ്. ഞാൻ എൻ്റെ ഈ പറഞ്ഞ പോലെ ഞാനൊരു ടാരോ റീഡിങ് കഴിഞ്ഞ് ഇരിക്കുകയാണ്. എന്നിട്ടും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് എനർജി അവൈലബിൾ ആണ്, സ്പിരിറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ ഞാൻ റെഡിയായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ഈ റീഡിങ് ചെയ്യുന്നത്. സോ എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ ഗൈസ്, നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിൽ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിനിപ്പം ചെറിയ ചെറിയ കാര്യം നല്ല, കാരണം നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്, എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരിക്കലില്ല. നമുക്കിഷ്ടമുള്ള കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അത്രയും ഇമോഷണലി ഹാപ്പി ആവും. അപ്പോൾ അത് അത്രയും അനുസരിച്ച് നമ്മുടെ എന്താ പറയുക, നമ്മുടെ എക്സ്പീരിയൻസും അത്രയും നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആയിട്ട് മാറും. അത് മാത്രമല്ല നമ്മൾ പറയില്ലേ നമ്മുടെ ലൈഫിൽ ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ നമ്മൾ എന്താ പറയുക ഭയങ്കര ഒരു വലിയ സംഭവം നടന്ന ഒരു ഫീൽ നമ്മൾ എടുക്കും. കാരണം അത്രയും നമുക്ക് ഹാപ്പിനെസ് തോന്നും. കാരണം നമ്മുടെ ലൈഫിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നടക്കുമ്പോൾ ഇത് ഇത്രയല്ലേ ഉള്ളൂ, ഇതിനേക്കാൾ വലിയ കാര്യം വരുമ്പോൾ ഞാൻ സന്തോഷിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് നടന്ന ആൾ തന്നെയാണ് ഞാൻ. ഈ ഇരുന്ന് പറയുന്ന ഞാൻ അന്നൊക്കെ വിചാരിക്കും സ്പിരിറ്റ് എന്തിനാണോ എന്തോ എനിക്ക് ഇതിനേക്കാൾ അടുത്ത സ്റ്റേജാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ സന്തോഷിച്ചേനെ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ പറയുന്ന ഒരാളായിരുന്നു. എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ മനസ്സിലാഗ്രഹം എന്ന് വെച്ചാൽ വാട്ട് നെക്സ്റ്റ് സ്പിരിറ്റ്, ഇതല്ല ഇതിനേക്കാൾ അപ്പുറമാണെങ്കിലാണ് ഞാൻ ഹാപ്പി ആവുന്നത്, അല്ലെങ്കിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഓരോ തവണയും ഞാൻ അങ്ങനെ പറയുന്ന ഒരാളായിരുന്നു. പക്ഷേ പിന്നെ ആ ഒരു അവൈക്കണിങ്ങിൻ്റെ പീരീഡ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു കുഞ്ഞു സാധനം നമ്മുടെ കണ്ണിൽ നല്ല ഭംഗിയുള്ള ബട്ടർഫ്ലൈ കാണാൻ പറ്റുന്നില്ലേ, അത് ഭയങ്കര ബ്ലെസ്സിങ്ങാണ്. ഓഫ് കോഴ്സ് നമുക്ക് ഇന്ന് രാത്രി കഴിഞ്ഞ് കിടന്നുറങ്ങി നാളെ രാവിലെ എഴുന്നേൽക്കാൻ പറ്റുന്ന ദൈവം നമുക്ക് ഒരു ദിവസവും കൂടെ എക്സ്ട്രാ തരുന്നുണ്ട്. അത് എത്ര വലിയ ബ്ലെസ്സിങ്ങാണ് അല്ലേ? നമുക്ക് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്നുള്ള, കാരണം ഒരുപാട് പേഴ്സ്പെക്റ്റീവ് ചേഞ്ചാണ് നെക്സ്റ്റ് 3 മന്ത്സിൽ നിങ്ങളെ കാത്തിരിക്കുന്ന, ഒരു സംശയവും വേണ്ട. പേഴ്സ്പെക്റ്റീവ് മാത്രമല്ല, നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ഒരുപാട് ചേഞ്ചസ് വരും, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി കൂടും, നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് തയ്യാറാവും, നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്ര ബാലൻസ്ഡ് ആവും. ബാലൻസിങ് ഓഫ് എനർജി നിങ്ങളുടെ ബോഡിയിൽ നടക്കും. അത് മാത്രമല്ല നമ്മൾ കുറെ കൂടി ഫോക്കസ്ഡ് ആവും, എന്താണ് നമ്മുടെ ലൈഫിൽ ആക്ച്വലി വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു തോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാം കൊണ്ടും സൂപ്പർ. നിങ്ങളുടെ എനർജിയും എനിക്ക് വളരെ ഒരുപാട് സന്തോഷം. നെക്സ്റ്റ് 3 മന്ത്സ് നിങ്ങൾക്ക് എല്ലാവർക്കും 3 മന്ത്സിലെ സർപ്രൈസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. എനിക്ക് എല്ലാ റീഡിങ്സും ഇഷ്ടപ്പെട്ടു. ഇവരുടെ എനിക്ക് ഒരു ഫൈനൽ കാർഡ് ഇവരുടെ ഗൈഡൻസിന് വേണ്ടിയിട്ട്, ഫൈനൽ കാർഡ് എന്ത് ഗൈഡൻസാണ് ഈ പറഞ്ഞ പോലെ ഇവർക്കുള്ളത് എന്നുള്ളതെന്ന് പറയുക സുഹൃത്തെ. ഒരു ഫൈനൽ കാർഡ്. ഓക്കെ,
എ ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻസ്. നെക്സ്റ്റ് 3 months നിങ്ങളുടെ അടുത്തൊരു വീക്ക് സർപ്രൈസ് ഡെഫിനറ്റ്ലി ഒരു റൊമാൻറ്റിക് സൈക്കിളുണ്ട്. ഇല്ല എന്നല്ല, ആ ഒരു റൊമാൻറ്റിക് സൈക്കിളിൻ്റെ എനർജി ഞാനിവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓൾറൈറ്റ്, എനിക്കിഷ്ടപ്പെട്ടു. നല്ല റീഡിങ്. കാര്യം വെച്ചാൽ അതുപോലെ തന്നെ അതിൽ ബാലൻസിങ്, നിങ്ങളുടെ ബാലൻസിങ് ഓഫ് എനർജിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്തുള്ള ഈ പറഞ്ഞ പോലെ ത്രാസിൻ്റെ എനർജി, ബാലൻസിങ് ഓഫ് എനർജി, അതുപോലെ തന്നെ വരുന്ന ഈ പറഞ്ഞ പോലെ ഈ റീഡിങ് എപ്പോഴാണ് നിങ്ങൾ കാണുന്നത്, ഓക്കെ, അതിന് കഴിഞ്ഞിട്ടുള്ള ന്യൂ മൂൺ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം. ആ ന്യൂ മൂണിന് ശേഷം ഒരുപാട് ചേഞ്ചസ്, അതും പോസിറ്റീവ് ഫോം ഓഫ് ചേഞ്ചസ് ഉണ്ടാവും. നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ മൈൻഡ് കുറച്ചുകൂടെ ക്ലിയർ ആവും, പല കാര്യത്തിനും ക്ലാരിറ്റി ഉണ്ടാവും, ആക്ഷൻസൊക്കെ കൃത്യമായിട്ട് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും, അതനുസരിച്ച് പ്ലാനിങ്സ് ഉണ്ടാവും. എല്ലാം കൂടി നമ്മൾ പറയില്ല, ഒരു ബാലൻസ് ടൈപ്പ് ഓഫ് എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നെക്സ്റ്റ് 3 months ഒരുപാട് സർപ്രൈസസ് ഉണ്ട്, ഒരു സംശയമില്ല. ചിലർക്ക് ഈ പറഞ്ഞ പോലെ ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്, ചിലർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, അൺഎക്സ്പെക്റ്റഡ് മണി, അതുപോലെ ട്രാവൽ, അതുപോലെ ഒരു ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ, ഓഫ് കോഴ്സ്. വാവ്, എല്ലാം കൊണ്ടും സൂപ്പറായിട്ട് എനിക്ക് ഓരോ റീഡിങ്സും കാണുമ്പോൾ ഓരോന്നും ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഓരോന്നും യുണീക്കാണ്, ഓരോ റീഡിങ്സിലെ എനർജീസും യുണീക്കാണ്, അതിനെല്ലാത്തിനും ഉള്ളൊരു ബ്ലെസ്സിങ്സ് യുണീക്കാണ്. അപ്പം അത്രയും തന്നെ സൂപ്പർബ് എനർജീസൊക്കെയാണ്. മേ ബി നമ്മുടെ ഓരോരുത്തരുടെ എനർജി ഡിപ്പെൻഡ് ചെയ്തിരിക്കുമല്ലേ, നമ്മുടെ എക്സ്പീരിയൻസ്. അത് ഞാൻ എപ്പോഴും പറയാറുള്ളത്, നമ്മുടെ എനർജിയെ. അപ്പം ഡെഫിനറ്റ്ലി നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നൊരു ടൈം പീരീഡ് തന്നെയായിരിക്കും നെക്സ്റ്റ് 3 months. അതൊരു ബ്ലെസ്സിങ് ആണ്. നമുക്ക് നമ്മളെ കാര്യങ്ങൾ, നമ്മുടെ എനർജി എന്താണെന്നും നമ്മളെന്താണെന്നൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുക, ദാറ്റ് ഈസ് ഓൾസോ ബ്ലെസ്സിങ്. അത് നമ്മുടെ കംഫർട്ട് സോണിൻ്റെ പുറത്ത് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണ് അല്ലേ. അപ്പം ഡെഫിനറ്റ്ലി ഇത് ചെയ്യുക, പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ബ്ലെസ്ഡായിട്ടിരിക്കുക. ഓക്കെ, എനിക്കിഷ്ടപ്പെട്ടു. എന്തായാലും നിങ്ങളുടെ റീഡിങ് ഒരുപാട് നല്ലതായിരുന്നു, ഒരുപാട് ഗൈഡൻസ് എനിക്കും കിട്ടി, ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. എന്തായാലും നെക്സ്റ്റ് 3 months സർപ്രൈസിലൂടെ ഈ റീഡിങ് ചെയ്തതിലൂടെ ഞാൻ ഒരുപാട് സർപ്രൈസ്ഡാണ്. ഓൾറൈറ്റ്, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വരുന്ന ഗൈഡൻസൊക്കെ ഇതിനകത്ത് നിന്ന് ഓൾറെഡി കിട്ടി. നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട സിറ്റുവേഷൻ നിങ്ങൾ ആക്ഷൻ എടുക്കും. ഈ പറഞ്ഞ പോലെ എക്സ്പാൻഷൻ ഉണ്ട്, ഈ പറഞ്ഞ പോലെ ഡിസിഷൻ ഉണ്ട്, അതുപോലെ 2 ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന എന്താ ചെയ്യേണ്ടതിനെക്കുറിച്ചൊരു ധാരണ ഇല്ലാത്തടത്തുനിന്ന് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവും എന്താ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇതൊക്കെ ഭയങ്കര വലിയ നെക്സ്റ്റ് 3 months ബിഗ് സർപ്രൈസസ് തന്നെയാണ്. ഓക്കെ, 3 സർപ്രൈസസിൽ നിൽക്കേണ്ട കാര്യമാണ്, പക്ഷേ അൺലിമിറ്റഡ് സർപ്രൈസസ് ആണ് നെക്സ്റ്റ് 3 months. ഒരു രക്ഷയില്ല, ഹ്യൂജ് ആണ് കേട്ടോ നെക്സ്റ്റ് 3 months. ഓൾറൈറ്റ്, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഗൈഡൻസ് കിട്ടി. ഓക്കെ, ഒരുപാട് സന്തോഷം എല്ലാവരും കണക്ട് ചെയ്യുന്നതിന്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യണം എല്ലാവരും. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കമൻറ്റ് ചെയ്യുമ്പോൾ. ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഒരു വലിയ സപ്പോർട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. റൈറ്റ്, അപ്പം എല്ലാവരും ഇനിയും വീണ്ടും ഈ പറഞ്ഞ പോലെ പുതിയ ടോപ്പിക്കായിട്ട് നമുക്ക് കേട്ടുമുട്ടാം. Alright, thank you so much guys for being here. Lots of love and light. Take care. Bye.